മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിന് സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ മാനേജ്മെന്റുകളും നടത്തിയ പ്രവേശന പരീക്ഷ റദ്ദാക്കേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ഈ വർഷം നീറ്റ് നടപ്പാക്കുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുവെന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ നിലപാടെടുത്തു. ഈ സാഹചര്യത്തിൽ കേസ് 3 മണിക്ക് പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. വിവരങ്ങൾ സന്തോഷ് നൽകും. സന്തോഷ്, വിശദാംശങ്ങൾ. പ്രജീഷ്, ഈ വർഷം മുതൽ മെഡിക്കൽ ഡെന്റൽ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ഏകീകൃത പൊതുപരീക്ഷ വഴിയാക്കിക്കൊണ്ട് ഇന്നലെ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിലെ ചില അവ്യക്തതകളും ആശയക്കുഴപ്പവും നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഉത്തരവിൽ ചില ഭേദഗതികൾ ആവശ്യമാണെന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. അതിൽ പ്രധാനമായും കേന്ദ്രം ആവശ്യപ്പെടുന്ന ഭേദഗതികളിൽ ഒന്ന്, പരീക്ഷ 2 ഘട്ടമായി നടത്തുന്നതിന് പകരം 1 ഘട്ടമായി നടത്തണം. മെയ് 1-ാം തീയതി നടത്താനിരിക്കുന്ന പരീക്ഷ റദ്ദ് ചെയ്ത് ജൂലൈ 24-ന് ഒറ്റഘട്ടമായി ഈ പരീക്ഷ നടത്തണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകളും നടത്തിയ പരീക്ഷ റദ്ദാക്കേണ്ടതില്ല. ആ പ്രവേശന നടപടികൾ അതുവഴി തന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കണം. മറ്റൊരു പ്രധാന കാര്യം, ഈ പരീക്ഷ എഴുതുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാക്കിയാൽ പോരാ, മറ്റ് പ്രാദേശിക ഭാഷകളിൽ കൂടെ ഈ പരീക്ഷ എഴുതാൻ അനുവദിക്കണം. ഇന്നിങ്ങനെ 3 ഇന ആവശ്യങ്ങളാണ് ഇപ്പോൾ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത് സംബന്ധിച്ച വിമർശനമെല്ലാം ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നടപടി. ഈ കേസിന്റെ അടിയന്തര പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 3 മണിക്ക് തന്നെ ഈ കാര്യങ്ങൾ കോടതി പരിഗണിക്കും. പ്രജീഷ്, സന്തോഷ് വിവരങ്ങൾ നൽകിയത്. വെള്ളാപ്പള്ളിക്കും സർക്കാർ വക ഭൂമി. കോട്ടയം തിക്കോയിയിൽ സൗജന്യമായി സർക്കാർ പതിച്ചു നൽകിയത് 25 ഏക്കർ. SNDPക്ക് ക്ഷേത്രാവശ്യങ്ങൾക്ക് നൽകിയ ഭൂമി പിന്നീട് SN ട്രസ്റ്റിന് കൈമാറുകയായിരുന്നു. ഭൂമി അനുവദിച്ചത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ. രേഖകൾ പീപ്പിൾ ടിവിക്ക്. ഇടുക്കി കോട്ടയം ജില്ലാ അതിർത്തിയിൽ അതീവ പാരിസ്ഥിതിക ദുർബല പ്രദേശമായ വാഗമണ്ണിനോട് ചേർന്നുള്ള 10 ഏക്കർ ഭൂമിയാണ് വെള്ളാപ്പള്ളി നടേശൻ സെക്രട്ടറിയായ SN ട്രസ്റ്റിന് സൗജന്യമായി പതിച്ചു നൽകിയത്. SNDP യോഗം മീനച്ചിൽ താലൂക്ക് യൂണിയന് ക്ഷേത്രം നിർമ്മിക്കാനും സാംസ്കാരിക കേന്ദ്രം പണിയാനുമായി 2012 മാർച്ചിൽ 25 ഏക്കർ ഭൂമി ആദ്യം പതിച്ചു നൽകി. പിന്നീട് വെള്ളാപ്പള്ളി നടേശന്റെ പ്രത്യേക അപേക്ഷയെ തുടർന്ന് ഉത്തരവിൽ ഭേദഗതി വരുത്തി 2012 സെപ്റ്റംബറിൽ 10 ഏക്കർ ഭൂമി SN ട്രസ്റ്റിന് കൈമാറുകയായിരുന്നു. 2 വിവാദ ഉത്തരവുകളിലൂടെയാണ് ഭൂമി കൈമാറ്റം നടന്നത്. SNDP യൂണിയന് സാംസ്കാരിക ആവശ്യത്തിന് 10 ഏക്കർ ഭൂമി നൽകുന്നു എന്നായിരുന്നു ആദ്യ ഉത്തരവ്. എന്നാൽ ഇത് പിന്നീട് SN ട്രസ്റ്റിന് സാംസ്കാരിക വിദ്യാഭ്യാസ ആവശ്യത്തിന് എന്നാക്കി മാറ്റി. ക്ഷേത്ര ആവശ്യത്തിനെന്ന പേരിൽ വെള്ളാപ്പള്ളിക്ക് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം നടത്താനാണ് ഭൂമി സൗജന്യമായി സർക്കാർ പതിച്ചു നൽകിയത് എന്ന് ഉത്തരവിൽ നിന്ന് തന്നെ വ്യക്തം. ആയിരക്കണക്കിന് പേർ വീട് വയ്ക്കാൻ 1 സെന്റ് ഭൂമി പോലും ലഭിക്കാതെ വലയുമ്പോഴാണ് സർക്കാർ ഭൂമി മത നേതാക്കൾക്കും മതസംഘടനകൾക്കും ക്ലബ്ബുകൾക്കും UDF സർക്കാർ പതിച്ചു നൽകുന്നത്. KG ദിനകർ, തിരുവനന്തപുരം. ഭീഷണിയുമായി വിജയ് മല്യ. പാസ്പോർട്ട് മരവിപ്പിച്ചതുകൊണ്ട് ആർക്കും പണം കിട്ടാൻ പോകുന്നില്ലെന്ന് മല്യ. ബ്രിട്ടൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മല്യ പറഞ്ഞു. ഫിനാൻഷ്യൽ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിലാണ് മല്യയുടെ ഭീഷണി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കോടതിയുടെ വിമർശനം. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ മാനനഷ്ട കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ വിമർശനമുണ്ടായത്. കോടതിയെ രാഷ്ട്രീയ കളിക്ക് വേദിയാക്കരുത് എന്ന് ഉമ്മൻചാണ്ടിയോട് കോടതി പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ ജിതിൻ ചന്ദ്രൻ നൽകും. ജിതിൻ, കോടതി വളരെ സുപ്രധാനമായി നിരീക്ഷണം നടത്തിയിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ പരാതിയോട്. എന്താണ് കോടതി രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ് ഉമ്മൻചാണ്ടി പെരുമാറുന്നത്? കോടതിയുടെ സമയം ചെലവഴിക്കരുത് എന്നാണോ പറഞ്ഞിരിക്കുന്നത്? പ്രജീഷ്, രാഷ്ട്രീയ കളിക്ക് കോടതിയെ വേദിയാക്കരുത് എന്നാണ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ ജഡ്ജ് KP ഇന്ദിര ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മാനനഷ്ട കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ രാഷ്ട്രീയ കളിക്ക് കോടതിയെ വേദിയാക്കരുത് എന്നാണ് വാക്കാൽ KP ഇന്ദിര പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ശക്തമായ വാദവുമായി VSന്റെ അഭിഭാഷകനും കോടതിയിൽ രംഗത്തെത്തി. ഉമ്മൻചാണ്ടിക്കെതിരെ കേസുകളുണ്ട് എന്ന വാദത്തിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. നിലവിൽ സുപ്രീം കോടതിയിലടക്കം 6 കേസുകൾ ഉമ്മൻചാണ്ടിക്കെതിരെ പരിഗണനയിലുണ്ട് എന്നത് കോടതി വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന വിശദാംശങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോഴും വ്യക്തമാണ്. നിലവിൽ ലോകായുക്തയിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ചും നിലവിൽ ഉമ്മൻചാണ്ടിക്കെതിരെ 12 കേസുകളുണ്ട് എന്നതും ഈ തത്സമയം വ്യക്തമാണ് എന്നും പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയുണ്ടായി. അതേസമയം തന്നെ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനായി 2 ആഴ്ച സമയമാണ് VSന്റെ അഭിഭാഷകൻ ചോദിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ 2 ആഴ്ച സമയം കൊടുത്തുകൊണ്ട് കോടതി ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത് പൂർത്തിയായിരിക്കുകയാണ്
എന്തായാലും ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രാഷ്ട്രീയ കളിക്ക്, തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ കളിക്ക് കോടതിയെ വേദിയാക്കരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രജീഷ്, ജിതിൻ, അവിടെ കോടതി പറയുമ്പോൾ, കാരണം വസ്തുതകളെ ഉമ്മൻചാണ്ടി പറയുന്നത് പോലെ ഉമ്മൻചാണ്ടി വലിയ ആർജവത്തോടുകൂടി മാധ്യമങ്ങളോട് പറഞ്ഞ് കോടതിയിലേക്ക് പോവുകയാണ്. വി എസിൻ്റെ വാക്കുകൾക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട മാനനഷ്ട കേസ് നൽകിക്കൊണ്ട്. അവിടെ ഈ പറഞ്ഞ വസ്തുതകൾ ഒന്നും നിലനിൽക്കുന്നതല്ല എന്ന കോടതി ആ രീതിയിലേക്ക്, കാരണം ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്, അത് പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്, ആ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെയും കോടതിയിലേക്ക് വരുമ്പോൾ ഈ സമയത്തതിന് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് എന്ന തലത്തിലേക്ക് പോവുകയാണ്. ഒന്നുമല്ലാതായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. തീർച്ചയായും കോടതിയുടെ വിമർശനത്തെ അങ്ങനെ തന്നെ വേണം പരിഗണിക്കാൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേട്ടത്തിനായാണ് ഉമ്മൻചാണ്ടിയുടെ ശ്രമം എന്ന രീതിയിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായത്. രാഷ്ട്രീയ കളിക്ക് കോടതിയെ വേദിയാക്കി മാറ്റരുത് എന്ന് തന്നെയാണ് അഭിഭാഷകൻ ഒരു രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് KP ഇന്ദിര പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകൻ പ്രധാനമായും വാദിച്ചത് 2002 സമാനമായ സംഭവം ഉണ്ടായി. അതായത് പ്രതിപക്ഷ നേതാവിനെതിരെ ഉമ്മൻചാണ്ടി മാനനഷ്ട കേസ് ഫയൽ ചെയ്തപ്പോൾ അദ്ദേഹത്തെ ശിക്ഷിക്കുകയുണ്ടായി എന്ന വാദം ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകൻ ഉന്നയിക്കുകയുണ്ടായി. ഇത് തെറ്റാണ് എന്നും പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. 2002 കേസ് ദേശാഭിമാനിക്കെതിരെയുള്ള കേസായിരുന്നു. അന്ന് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവിനെതിരെ കേസുണ്ടായിരുന്നത്. ഇത് ഹൈക്കോടതി റദ്ദാക്കിയതാണ് എന്നും പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇത്തരത്തിൽ തെറ്റായ വാദവും ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് സ്ഥാപിക്കാനുമായി. അതിനുശേഷമായിരുന്നു ജില്ലാ ജഡ്ജിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടായത്. രാഷ്ട്രീയ കളിക്ക് കോടതിയെ വേദിയാക്കി മാറ്റരുത് എന്ന് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ജില്ലാ കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായിരിക്കുന്നത്. പ്രജീഷ്, ഞാൻ ജിതിനിലേക്ക് മടങ്ങിയെത്താം. കൂടുതൽ വിശദാംശങ്ങൾ കോടതിയിൽ നിന്നുള്ള തേടുക. സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, ഇവിടെ ഇപ്പോൾ പ്രസക്തമാകുന്നത്, നമ്മളൊരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാന വസ്തുതകളിലേക്ക് കടക്കണം. കാരണം നിയമതലത്തിലുള്ള പിൻബലം വേണം, അതിന് വസ്തുതകൾ എന്താണ് ഒക്കെയും നിരത്തണം. ഇവിടേക്ക് ഒന്ന് വിരൽ ചൂണ്ടിയാൽ ഉമ്മൻചാണ്ടി നൽകിയ മാനനഷ്ട കേസ്, അല്ലെങ്കിൽ എനിക്ക് മാനനഷ്ടം സംഭവിച്ചു എന്ന തരത്തിലേക്ക് VSനെതിരെ നൽകിയ പരാതിയിൽ പറയുന്ന വാചകങ്ങൾ എന്തൊക്കെയെന്ന് ഇപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തേണ്ട സാഹചര്യം. ഒപ്പം ഇതിന്ന് നിയമതലത്തിലേക്ക് വരുമ്പോൾ കോടതിയുടെ വിലപ്പെട്ട സമയമാണ്. ആ വിലപ്പെട്ട സമയം ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന പരാതികൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോഴുണ്ടാകുന്ന സമയനഷ്ടമൊക്കെയും കോടതി ഒരുപക്ഷെ ഇന്ന് പരിഗണനയ്ക്ക് വിധേയമാക്കി കാണും. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ വിശകലനങ്ങളിലേക്ക് ഒരുപക്ഷെ പോയി കഴിഞ്ഞാൽ പ്രജീഷ്, തീർച്ചയായും, അതായത് ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയൊക്കെ VS അച്യുതാനന്ദനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഉമ്മൻചാണ്ടി മാനനഷ്ട കേസ് കൊടുത്ത് കോടതിയിൽ എത്തിയതും കോടതിയുടെ ഇപ്പോൾ രൂക്ഷ വിമർശനത്തിന് പാത്രമായിരിക്കുന്നതും. ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കേസ് ഉള്ള കാര്യം, ഓരോ മന്ത്രിമാർക്കെതിരെ എത്ര കേസ് ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശമാണ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതുപോലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായും അദ്ദേഹം അത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത്. അത് കൃത്യമായ കേസുകളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വിജിലൻസ് കേസ് ഓരോ മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിക്കെതിരെ ഏകദേശം 30-ലധികം കേസുണ്ട്, മൊത്തം ഈ സർക്കാരിലുള്ള മന്ത്രിമാർക്കെതിരെ 150-ലധികം കേസ് നിലനിൽപ്പുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. ഇതിനെതിരെ മുഖ്യമന്ത്രി രംഗത്ത് വന്നത് തനിക്കെതിരെ യാതൊരു കേസുമില്ല, തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് അധിക്ഷേപിക്കാനും തെരഞ്ഞെടുപ്പ് തട്ടകത്തിനകത്ത് തന്നെ മോശക്കാരനാക്കുന്നതിനും സർക്കാരിന് പ്രതിച്ഛായ ഉണ്ടായിക്കൊണ്ട് അത് തെരഞ്ഞെടുപ്പ് പരമായിട്ട് ഗുണം നേടാൻ ഉള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ തന്ത്രം എന്നുള്ള രീതിയിലാണ് മാനനഷ്ട കേസ് കൊടുത്തത്. ഇത്തരത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് ഈ മാനനഷ്ട കേസിൽ പറയുന്നത്. അതിനകത്ത് അത്തരത്തിൽ പരാമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോടതിയിൽ കേസ് കൊടുത്തത്. അതിന്ന് പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ വിലപ്പെട്ട സമയം ഇത്തരത്തിൽ ഉപയോഗിക്കാൻ, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കല്, രാഷ്ട്രീയക്കാരുടെ കളിക്കളമാക്കി കോടതിയെ മാറ്റരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയും
തനിക്കെതിരെ ഇത്തരത്തിൽ കേസുണ്ട് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് കോടതിയെ സമീപിക്കും, നിയമ നടപടി സ്വീകരിക്കും, മാനനഷ്ട കേസ് കൊടുക്കും എന്നുള്ള തരത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തു. ഇതിനകത്ത് ഒരു കാര്യം പ്രജേഷ് പറയേണ്ടത്, ഒരു മാനനഷ്ട കേസ് കൊടുക്കുമ്പോൾ അതിനകത്ത് ആ കൊടുക്കുന്ന വ്യക്തി അതിനകത്ത് ഏത് തരത്തിലാണ് തനിക്ക് മാനനഷ്ടം ഉണ്ടായത് എന്ന് പ്രൂവ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അത് നിയമപരമായി തന്നെ അത് പ്രൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് പ്രൂവ് ചെയ്യാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ആ കേസ് തിരികെ റിയാക്ഷനായി വരുന്ന ഒരു സാഹചര്യവും പല കേസുകളിലും പല വ്യക്തികളിലും കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിനകത്ത് മുഖ്യമന്ത്രിക്കെതിരെ VS അച്യുതാനന്ദൻ പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട്. കാരണം വളരെ വ്യക്തമായി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ബാർക്കോഴ കേസ് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ട്. അതുപോലെ തന്നെ പാമോയിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. ഈ ബാർക്കോഴ കേസിൽ കേസ് ഉള്ളതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഹൈക്കോടതിയെ സമീപിച്ചത്. അല്ലെങ്കിൽ കേസില്ലെങ്കിൽ എന്തിനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നടക്കം പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതുപോലെ KM മാണിക്കെതിരെ കേസുണ്ടായിരുന്നു. KM മാണി അതുപോലെ തന്നെ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് K ബാബുവിനെതിരെ കേസുണ്ടായിരുന്നു. ഈ രണ്ട് മന്ത്രിമാരും രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത്. അത് കേട്ടിട്ട് തന്നെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ കോടതി ജഡ്ജി നടത്തിയിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ വിലയേറിയ സമയത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളിക്കളത്തിനുള്ള സമയമല്ല ഈ കോടതിയുടെ സമയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രമിച്ചത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു കേസ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കോടതി നിരീക്ഷണം ഉണ്ടാവുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാം എന്നുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു മുഖമാണ് ഇവിടെ കണ്ടത്. പക്ഷേ കോടതിയിൽ അതിന് തിരിച്ചടി കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഉമ്മൻചാണ്ടിക്ക് കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നു. VSനെതിരായി സമർപ്പിച്ച മാനനഷ്ട കേസ് അത് പരിഗണിക്കുമ്പോഴാണ് കോടതിയെ രാഷ്ട്രീയ വേദികളാക്കി മാറ്റാൻ ശ്രമിക്കരുത് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. പീപ്പിൾ TVയുടെ തിരഞ്ഞെടുപ്പ് പരിപാടിയായ പടക്കളം മലപ്പുറത്തിൻ്റെ വികസനവും രാഷ്ട്രീയവുമെല്ലാം സമഗ്രമായി ചർച്ച ചെയ്ത വേദിയായി. LDFന് വേണ്ടി CPM ജില്ലാ കമ്മിറ്റി അംഗം IT നജീബും UDFനായി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KNA ഖാദറും NDA പ്രതിനിധിയായി BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ പ്രകാശം പങ്കെടുത്തു. മലപ്പുറത്തിന്റെ രാഷ്ട്രീയവും വികസനവുമെല്ലാം സമഗ്രമായി വിശകലനം ചെയ്തും വിചാരണയ്ക്ക് വിധേയമാക്കിയുമാണ് പീപ്പിൾ TV തെരഞ്ഞെടുപ്പ് പരിപാടിയായ പടക്കളം ആകർഷണീയമായത്. 5 മന്ത്രിമാരുള്ള ജില്ല. UDF ഭരണകാലത്തെല്ലാം പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തത് മലപ്പുറത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ ആനുപാതികമായി വികസനം മലപ്പുറത്തെത്തിയില്ല. അതിന്റെ അമർഷവും പടക്കളത്തിൽ കണ്ടു. ഇടതുപക്ഷത്തിനു വേണ്ടി CPIM ജില്ലാ കമ്മിറ്റി അംഗം IT നജീബ് പടക്കളത്തിൽ പ്രതിനിധിയായി. UDFനായി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും MLAയുമായ KNA ഖാദർ, NDA പ്രതിനിധിയായി BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ പ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്തു. സദസ്സ് നിറഞ്ഞതോടെ ചോദ്യങ്ങളുടെ ശരവർഷങ്ങൾ. മലപ്പുറത്തിന്റെ രാഷ്ട്രീയ മനസ്സിന്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു പടക്കളം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.